ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടാലിയിൽ ബഡ്ജറ്റ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുക. ടാലി ഓപ്പൺ ചെയ്ത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്താലും മതി. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബഡ്ജറ്റ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റാക്കി ഇടണം ആദ്യം. എങ്കിൽ മാത്രമേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് F11 ഫീച്ചേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ F11 ഫീച്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. F11 ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഇൻവെൻട്രി ഫീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലാണ് ബഡ്ജറ്റ് ആൻഡ് കൺട്രോളിംഗ് വരുന്നത്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുത്തതിന് ശേഷം ഇതിൽ മെയിൻറ്റെയിൻ ബഡ്ജറ്റ് ആൻഡ് കൺട്രോളിംഗ്, ബഡ്ജറ്റ് ആൻഡ് സിനാറിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വരുന്നത് മെയിൻറ്റെയിൻ ബഡ്ജറ്റ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ബഡ്ജറ്റ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. ഇനി ഇതിനെ സേവ് ചെയ്യുക. അതിനുശേഷം എസ്കേപ്പ് ചെയ്യുക. തിരിച്ച് നമ്മൾ ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ഇനി അക്കൗണ്ട്സ് ഇൻഫോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരും. അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണു. അതിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഏത് പേരിലാണ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് ഈ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഒരു ബഡ്ജറ്റിൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. കോർപ്പറേറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എൻട്രി ചെയ്യുക. പീരിയഡ് ചോദിക്കുന്നുണ്ട്. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണോ എന്നുള്ളത് കൊടുക്കുക. അത് 1 മാസത്തേക്കാണോ, 2 മാസത്തേക്കാണോ, 1 വർഷത്തെയാണോ, 6 മാസത്തെയാണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എൻട്രി ചെയ്യണം. ഇവിടെ ഇപ്പോൾ 1 മാസത്തേക്കായിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇനി എൻട്രി ചെയ്യുക. ഗ്രൂപ്പ് നമ്മൾ കൊടുക്കുന്നില്ല, ലെഡ്ജറാണ് നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഈ കോർപ്പറേറ്റ് ബഡ്ജറ്റിൽ വരുന്ന ലെഡ്ജറുകൾ ഏതൊക്കെയാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. എൻട്രി ചെയ്യുക. അക്കൗണ്ട് നെയിം എന്ന് ചോദിക്കും. ഇവിടെയാണ് കോർപ്പറേറ്റ് ബഡ്ജറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ലെഡ്ജറിൻ്റെ നെയിം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾട്ട് സി അടിച്ചിട്ട് അതിൽ വരുന്ന ബഡ്ജറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് കൊടുത്തു. ഇനി ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം എമൗണ്ടിൽ ഇവിടെ ബഡ്ജറ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഇനി എൻ്റർ ചെയ്യുക. ഇതിൽ ഈ ഒരു ബഡ്ജറ്റ് മാത്രമേ വരണുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തതിനെ നമുക്ക് സേവ് ചെയ്യാം. അടുത്തത് വേറൊരു ബഡ്ജറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. ഓഫീസ് ബഡ്ജറ്റ് എന്നുള്ളത് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ ഒരു പീരിയഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലെഡ്ജർ സെലക്ട് ചെയ്യുക, എസ് ആക്കുക. ഈ ഓഫീസ് ബഡ്ജറ്റിൽ വരുന്ന അക്കൗണ്ട് നെയിമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ അതിൽ നമ്മൾ ഓഫീസ് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾട്ട് സി അടിച്ചിട്ട് ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓൺ ക്ലോസിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുക. ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുക. എത്ര രൂപയാണ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കണം. അടുത്തത് ടെലിഫോൺ എക്സ്പെൻസ് ആണ് വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. ഓൺ ക്ലോസിംഗ് ബാലൻസ് ടെലിഫോൺ എക്സ്പെൻസിന് വരുന്ന എമൗണ്ട്. അടുത്ത എക്സ്പെൻസിൻ്റെ പേര് അതർ എക്സ്പെൻസ് എന്നുള്ളത് കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ സേവ് ചെയ്യുക. ഇപ്പോൾ ഓഫീസ് ബഡ്ജറ്റിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എൻട്രി ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വെച്ചിരിക്കുകയാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു തുക മാറ്റി വയ്ക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കുന്ന ട്രാൻസാക്ഷൻസിൽ ടെലിഫോൺ എക്സ്പെൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ച തുകയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചറിൽ പേയ്മെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെലിഫോൺ എക്സ്പെൻസ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടെലിഫോൺ എക്സ്പെൻസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം 2000 രൂപ നമ്മൾ ടെലിഫോൺ എക്സ്പെൻസിന് വേണ്ടിയിട്ട് എടുക്കണു. ക്യാഷായിട്ട് പേയ്മെൻറ്റ് കാണിക്കുക.
ഇനി ഇതിനെ സേവ് ചെയ്യാം. അതിനുശേഷം ഓഫീസ് എക്സ്പെൻസ് എടുക്കുന്നുണ്ട്. ഓഫീസ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക. ക്യാഷ് എൻട്രി ചെയ്യണം. നമ്മളിതിനെ സേവ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ 2 പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ തിരിച്ച് വന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പെൻസ് കാണിക്കും. അതിൽ നമ്മൾ എൻട്രി ചെയ്യുക. അതിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ 2 എക്സ്പെൻസുകൾ ഓഫീസ് എക്സ്പെൻസും ടെലിഫോൺ എക്സ്പെൻസും കാണിച്ചത് നമുക്കിവിടെ വരും. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഏത് മാസത്തെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇനി എസ്കേപ്പ് ചെയ്യുക. അതിന് ശേഷം തിരിച്ച് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം ഡിസ്പ്ലേ എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യുക. അതിൽ ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് Alt B എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരും. ലിസ്റ്റ് ഓഫ് ബഡ്ജറ്റ് എന്ന് കാണിക്കും. ഇതിൽ ഏത് ബഡ്ജറ്റാണ് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ Alt B എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് കോർപ്പറേറ്റ് ബഡ്ജറ്റാണോ ഓഫീസ് ബഡ്ജറ്റാണോ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ എത്ര രൂപ നമ്മൾ അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, ബഡ്ജറ്റ് എമൗണ്ട് എത്രയായിരുന്നു അതാണ് ഓഫീസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാം. അതുപോലെ അതിന് വേണ്ടി ആക്ച്വൽ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളത്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വേരിയൻസ് ആണ് വരുന്നത്. ഓഫീസ് ബഡ്ജറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എമൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ നമ്മൾ എൻട്രി ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഓഫീസ് എക്സ്പെൻസിൽ നമ്മൾ ഓഫീസ് എക്സ്പെൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്പെൻസിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മൊത്തം 15 ഓഫീസ് എക്സ്പെൻസിന് ഉണ്ടായിരുന്നത്. അതിൽ 4000 രൂപ നമ്മളിപ്പോൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്നു. ബാക്കി 11,000 രൂപ വരുന്നുണ്ട്. പിന്നെ ടെലിഫോൺ എക്സ്പെൻസിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു 10,000 രൂപയാണ് ടെലിഫോൺ എക്സ്പെൻസിൻ്റെ ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതിൽ 2,000 രൂപ നമ്മൾ ഉപയോഗിച്ചു. ബാക്കി വരുന്ന 8,000 രൂപ അതർ എക്സ്പെൻസ് ആണ് നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അതേപോലെ തന്നെയാണ് ബഡ്ജറ്റ് വേരിയൻസും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ വേരിയൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിനേക്കാൾ നമ്മൾ ബഡ്ജറ്റ് ഇപ്പോൾ 15,000 രൂപയാണ് ഓഫീസ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഇട്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു 20,000 രൂപ ആക്ച്വലിൽ വന്നിരുന്നെങ്കിൽ ഇവിടെ വേരിയൻസ് വരുമ്പോൾ മൈനസ് ബാലൻസ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. കൂടുതലായിട്ട് നമ്മൾ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾ ടാലിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്.